നമ്മള് മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണെങ്കിൽ വണ്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഒരു മെക്കാനിക്. അവര് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമ്പർ 1. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാനോ കാര്യങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആവും. അതുകൊണ്ടാണ് നമുക്കും ഒരു സന്തോഷം. കാരണം ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കൊരു ആർക്കായാലും ഒരു ചെറിയൊരു ഒരു ഫിയർ ഉണ്ടാവും. ആ ഫിയർ നമുക്ക് മാറി കിട്ടും. അതിൽ നിന്ന് ഈ പെട്ടെന്ന് താങ്കളുടെ ഒരു വീഡിയോ കാണാനിടയാവുന്നു. പിന്നെ അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ സാധ്യതകൾ പഠിക്കുകയും ഇതിൽ നിന്ന് വീഡിയോ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. അപ്പൊ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കളക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. കമ്പനിയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ സാർ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, എന്തൊക്കെ സപ്പോർട്ടാണ് സാറിന് പേഴ്സണലി അല്ലെങ്കിൽ സാറിന്റെ കമ്പനിക്ക് വേണ്ടി കിട്ടുന്നത്? ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വട്ടം നിങ്ങൾ ഓട്ടോമാറ്റിക് എടുത്തിരിക്കും, കൺഫേം ആണെന്ന് പറഞ്ഞു. അങ്ങനെ പല ടീമുകളും ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് ഓൾറെഡി എല്ലാവരും എടുത്തിട്ടുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാർ പ്രവാസികളാവട്ടെ നാട്ടിൽ എന്തെങ്കിലും ചെറിയ രീതിയിൽ നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ബിസിനസ് കിട്ടുമെന്ന് നോക്കുന്ന ആൾക്കാരുണ്ട്. അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഞാനിന്ന് പരിചയപ്പെടുത്തുന്നത് നാട്ടിൽ കൃത്യമായിട്ടുള്ള വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാവുന്ന ഒരു ബിസിനസ്സിനെ കുറിച്ചിട്ടാണ്. മറ്റൊന്നുമല്ല, എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ്സാണ്. എഞ്ചിൻ ഓയിലിൻ്റെ ബിസിനസ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ കേൾക്കുന്ന സമയത്ത് എന്തൊക്കെയാണോ നിങ്ങളുടെ മനസ്സിലുള്ള ധാരണ അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. കാരണം ഇത് ഞാൻ നേരിട്ട് പോയിട്ട് ഓരോ ആൾക്കാരുടെയും പേഴ്സണലി യൂസ് കേസ് എടുത്ത് അനലൈസ് ചെയ്തിട്ട് പ്രിപ്പയർ ചെയ്തൊരു വീഡിയോ ആണ്. ഞാനിന്ന് പറയാൻ പോകുന്നത് അറേബ്യൻ ക്രീസ് ആൻഡ് ലൂബ്രിക്കൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ പെട്രോളെക്സ് എന്നുള്ള ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷനെ കുറിച്ചിട്ടാണ്. നല്ല സപ്പോർട്ട് ചെയ്യുന്ന കമ്പനി, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിലിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ A-class ആണ്. മാർക്കറ്റിംഗ് സപ്പോർട്ട് നൽകുന്ന കമ്പനി, അങ്ങനെയുള്ള ഒരുപാട് വിശേഷണങ്ങളുള്ള ഒരു ബ്രാൻഡാണ് പെട്രോളെക്സ്. ഈ പെട്രോളെക്സിന് പ്രൊഡക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ നാട്ടിൽ എടുക്കണമെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനകത്ത് ലാഭം കിട്ടുക, തുടക്കക്കാർ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ പേഴ്സണലി ഇതിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള മാവേലിക്കലിൻ്റെ ഡിസ്ട്രിബ്യൂട്ടറായിട്ടുള്ള ജാസ് ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ 4 ചെറുപ്പക്കാർ തുടങ്ങിയ ഒരു സംരംഭമാണ്. അവരെങ്ങനെയാണ് അവരുടെ ഒരു ബിസിനസ് ഡെവലപ്പ് ചെയ്തത്, അതേപോലെ തന്നെ ഇവരുടെ കസ്റ്റമേഴ്സ് എന്തൊക്കെയാണ് പറയുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ട ആവശ്യമുണ്ടായിരുന്നു. കാരണം അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സെയിം പാറ്റേൺ നമുക്ക് നമ്മുടെ നാട്ടിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു എഞ്ചിൻ ഓയിൽ കമ്പനി നമ്മൾ ആക്ച്വലി തിരഞ്ഞെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ളത് എഞ്ചിൻ ഓയിലിൻ്റെ ക്വാളിറ്റിയാണ്. ഞാൻ ആദ്യം പേഴ്സണലി 5 to 6 ആൾക്കാരെ കസ്റ്റമേഴ്സിനെ, അതായത് എഞ്ചിൻ ഓയിൽ യൂസ് ചെയ്യുന്ന ആൾക്കാരെ പേഴ്സണലി മെക്കാനിക്സിനെ നേരിട്ട് കണ്ട് പരിചയപ്പെട്ട് ചോദിച്ചു എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ്. നമുക്ക് അത് ആദ്യം കണ്ടതിന് ശേഷം അത് സോഷ്യൽ പ്രൂഫ് വരുത്തിയതിനു ശേഷം നമുക്ക് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പിലേക്ക് കടക്കാം. മെയിൻലി ഗുഡ് പെർഫോമൻസ് ആൻഡ് സ്ലഡ്ജ് ഫ്രീ എഞ്ചിൻ എന്ന് ഞങ്ങൾ കോമൺ ആയിട്ട് പറയും എഞ്ചിൻസിൽ. അത് ത്രൂ ഞങ്ങൾ ഡ്രെയിനായിട്ട് അയക്കുമ്പോൾ എഞ്ചിന്റെ കണ്ടീഷൻ നമുക്ക് മനസ്സിലായെന്ന് വരില്ല. ത്രൂ ഫിൽറ്റർ ചേഞ്ച് സ്റ്റീനർ എന്ന് പറയും, വണ്ടിയുടെ ഇടത് സൈഡിൽ ഒരു ക്യാപ്പാണ്, അതുവഴി ഞങ്ങൾ കൂടുതൽ ഓയിൽ ഡ്രെയിൻ ചെയ്ത് മാറ്റുന്നു. അതിലുള്ള വേസ്റ്റ് അനുസരിച്ച് നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ അറിയാൻ പറ്റും. മെറ്റൽ വേസ്റ്റ് ആണെങ്കിൽ അതേപോലെ റെഗുലർ ഓയിൽ ആയിരിക്കും. പെട്രോളെക്സ് ഉപയോഗിച്ച എല്ലാ വണ്ടികൾക്കും അങ്ങനെ ഒരു വേസ്റ്റ്, ഒരു തരി വേസ്റ്റ് പോലും അതിനെ നമുക്ക് കണ്ടുപിടിക്കാൻ സാധ്യതയില്ല. പെർഫോമൻസ് ബെറ്റർ ആണ്, ഹയർ ആണ്. നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള ഒരാളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. സാറിന്റെ പേര്? ദിലീപ്. സാറ് ആലപ്പുഴ ജില്ലയുടെ? ഞാൻ AWK മാവേലിക്കര ജില്ലയുടെ നേരത്തെ പ്രസിഡന്റ് ആയിരുന്നു. ഇപ്പോൾ ആലപ്പുഴ ജില്ലയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. മെക്കാനിക് അസോസിയേഷന്റെ ജില്ലാ വൈസ് പ്രസിഡന്റ് ആണ്. സൂപ്പർ. സാറ് നമ്മുടെ വർക്ക്ഷോപ്പിൽ പെട്രോളെക്സ് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടല്ലേ? അതെ, തീർച്ചയായിട്ടും. എങ്ങനെയുണ്ട് സാർ പെർഫോമൻസ് ടോട്ടലായിട്ട് നോക്കുകയാണെങ്കിൽ? നല്ല പെർഫോമൻസ് ആണ്. നേരത്തെ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള നല്ല സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, അവർക്ക് നമുക്ക് നല്ല ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉപയോഗിച്ച കസ്റ്റമറൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞേക്കുന്നത്. നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ചേട്ടാ, നമ്മുടെ ഷോപ്പ് എവിടെ ലൊക്കേഷൻ വരുന്നത്? കല്ലുകുഴി. ഓക്കെ, എത്ര നാളായി നമ്മുടെ പെട്രോളെക്സ് സർവീസ് ചെയ്യുന്നത്? 5 മാസത്തോളം യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനു മുമ്പ് ഇത് ബ്രാൻഡ് യൂസ് ചെയ്തിട്ടുണ്ട്? ഞങ്ങള് ബെൻസോയില് പിന്നെ മാക്ക് ഇതൊക്കെയാണ് യൂസ് ചെയ്തത്. എന്തുകൊണ്ടാണ് ആക്ച്വലി ഇപ്പൊ ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്തപ്പോ എങ്ങനെയാണ് ഇപ്പൊ മൊത്തമായിട്ട്? നമ്മളിപ്പോ എഞ്ചിൻ സർവീസ് ഉള്ള വണ്ടിക്കെല്ലാം ഞങ്ങൾ ഈ ഓയിൽ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത്. കുഴപ്പമില്ല, നല്ല ഓയിലാണ്. പെട്ടെന്നായിട്ട് ബ്ലാക്ക് ആവുന്നില്ല. ഇനി ഡിസ്ട്രിബ്യൂട്ടർ എന്തൊക്കെ സപ്പോർട്ടുകളാണ് സാറിന് തരുന്നത്? മൊത്തം നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് തീരുന്നുണ്ട്. അപ്പം വിളിച്ചു കഴിഞ്ഞാൽ പുള്ളി സ്പോട്ടിൽ കൊണ്ടു തരുന്നുണ്ട്. അത് വലിയ ഇതാണ്, ഒരു ബോക്സ് ആയാലും പെട്ടെന്ന് കൊണ്ട് തരുന്നുണ്ട്. സാർ, നമ്മുടെ ഷോപ്പ് എവിടെയാണ്? ലൊക്കേഷൻ എവിടെയാണ്? ഇത് കൊല്ലം ജില്ലയാ. കൊല്ലം ജില്ല എടക്കാടെന്ന് പറയും, പോരുവഴി പഞ്ചായത്ത്. നമ്മുടെ പെട്രോളെക്സ് എത്ര കാലമായി സാർ ചെയ്യാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഇപ്പം 1 വർഷത്തിനകത്ത് പുള്ളി വരാൻ തുടങ്ങിയ ഡിസ്ട്രിബ്യൂട്ടറാണ് സാറിന് ഈ പ്രൊഡക്റ്റുകൾ എത്തിക്കുന്നത്. എങ്ങനെയുണ്ട് സാർ സെയിലൊക്കെ കാര്യങ്ങളൊക്കെ? കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. പ്രൊഡക്റ്റിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താണ്? നല്ല അഭിപ്രായം. ഹലോ, നമസ്കാരം. നമ്മൾ പുത്തനത്താണ് അബുക്കേന്. നമ്മൾ ഇവിടെ കട തുടങ്ങിയിട്ട് 12 വർഷമായി, 12 വർഷത്തിന് മുകളിലായി. ഇപ്പോൾ ഈ ഓയില്
വെച്ചത് ഓയിൽ നമ്മൾ 6 മാസമായിട്ട് ചെയ്യുകയാണ്. ഇതുവരെ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു കംപ്ലൈൻറ്റ് ഇല്ല. കസ്റ്റമർ കംപ്ലൈൻറ്റ് പറഞ്ഞില്ല. വണ്ടി സ്മൂത്താണ്. പിന്നെ ഇപ്പോൾ നല്ല ബെനിഫിറ്റ് ഉണ്ട്. ഓക്കെ, നല്ല ഓയിലാണ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ എല്ലാ ആൾക്കാരും കേരളത്തിന് ഏതറ്റത്തിരുന്ന് വടക്കാണെങ്കിലും തെക്കാണെങ്കിലും എല്ലാ ആൾക്കാരും പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നല്ല സുപ്രീം ആയിട്ടുള്ള അഭിപ്രായമാണ് പറയുന്നത്. പ്രൊഡക്റ്റ് അവിടെ പെർഫെക്റ്റ് ആണ്. ഇനി നമുക്ക് ഇത് എടുത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂഷൻ മേഖലയിലൂടെയാണ് പോകുക. ഡിസ്ട്രിബ്യൂഷനാണ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ പ്രൊഡക്റ്റിന് ഇത്രയും ലാഭം കിട്ടുള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ എടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എടുത്ത ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് ഇതിനകത്തുള്ള, എങ്ങനെയാണ് നമ്മൾ ഈ ഒരു രീതിയിൽ പോകേണ്ടതെന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് മീറ്റ് ചെയ്ത ജാസ് ഡിസ്ട്രിബ്യൂട്ടറാണ്. ജാസ് ഡിസ്ട്രിബ്യൂട്ടറുടെ കാര്യം വളരെ ഒരു അപ്രീഷിയേറ്റീവ് ആയിട്ടുള്ള ഒരു എഫേർട്ടാണ് അവർ എടുത്തിട്ടുള്ളത്. ജിതിൻ, അനീഷ്, ശ്രീജേഷ്, അതേപോലെ തന്നെ സഞ്ജയ്, ഇങ്ങനെ 4 ആൾക്കാർ NRIs ആണ്. നാട്ടിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന കൂട്ടുകാർ ഒരുമിച്ച് നാട്ടിലൊരു സംരംഭം തുടങ്ങിയതാണിത്. അപ്പോൾ ഇവർ ആക്ച്വലി ഓൾറെഡി 40% മാർക്കറ്റ് അക്വയർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ പേഴ്സണലി ചോദിച്ചു, എന്തൊക്കെയാണ് ഇവർ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത്, സെക്കൻഡ് സ്റ്റെപ്പ് എന്താണ്, ഇനി ഫ്യൂച്ചറിൽ കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറയുമ്പോൾ എന്തൊക്കെയാണ് ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മൾ മെയിനായിട്ട് പെട്രോളക്സിൻ്റെ എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് മൊത്തമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് കാറിൻ്റെ, സ്കൂട്ടർ, ബോട്ട്, അങ്ങനെയുള്ള വെറൈറ്റി ഓഫ് ഐറ്റംസ് ആണ് നമ്മുടെ. കൂളൻ്റ് ഉണ്ട്, അതിനകത്തെല്ലാം ഗ്രീസ് A to Z, അതാണ് എഞ്ചിനീയറിംഗ് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞത്. ഇത് മൊത്തമായിട്ട് നമ്മൾ ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ സാറിന് അണ്ടറിൽ ഇപ്പോൾ എത്ര മൊത്തമായിട്ട് ഇപ്പം വർക്ക്ഷോപ്സ് വന്നിട്ടുണ്ട് ടോട്ടൽ? അതാ ഇപ്പം ഏതാണ്ട് ഈ 2 താലൂക്കുകളായിട്ട് തുടങ്ങിയിട്ടുള്ളതിൽ കൂടി നമ്മൾ പൂർണ്ണമായിട്ട് ഏതാണ്ട് ഒരു 40% കവർ ചെയ്തിട്ടുണ്ട് മാർക്കറ്റ് 2 താലൂക്കുകളിലായിട്ട്. ഈ 40% കവർ ചെയ്യാനകത്തൊരു 100-120ഓളം വർക്ക്ഷോപ്പുകൾ നമുക്ക് കവർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇനി ഏതാണ്ട് എൻ്റെ ഒരു 3 ഇരട്ടിക്ക് മേളിൽ അല്ലെങ്കിൽ 4 ഇരട്ടിയോളം വർക്ക്ഷോപ്പുകളും അതിനോടനുബന്ധ സ്ഥാപനങ്ങളും ഉണ്ടാവും. അപ്പം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ അതിലേക്കാണ് ഫോക്കസ് ചെയ്യുന്നത്. പെട്രോളക്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുകയാണ്. ഫസ്റ്റ് നമ്മൾ ആക്ച്വലി ഒരു സ്പെയർ പാർട്സിന്റെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു പ്ലാൻ. അതിൽ നിന്നാണ് ഈ പെട്ടെന്ന് താങ്കളുടെ ഒരു വീഡിയോ കാണാൻ ഇടയാവുന്നതും പിന്നെ അതിൽ നിന്ന് നമ്മൾ ഇതിന്റെ സാധ്യതകൾ പഠിക്കുകയും ഇതിൽ നിന്ന് വീഡിയോ പിന്നെ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്ത് നമ്മൾ ഇത് സ്റ്റാർട്ട് ചെയ്യാനുള്ള മെയിൻ കാരണം. ഈ പ്രൊഡക്റ്റ് ആക്ച്വലി എടുക്കാനുണ്ടായ പ്രൈം റീസൺ എന്തായിരുന്നു സർ? ആക്ച്വലി ഇതിപ്പം മാർക്കറ്റിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ട്. ഒരുപാട് കോമ്പറ്റീറ്റേഴ്സാണ് നമുക്ക്. പക്ഷേ ഇതിന്റെ ക്വാളിറ്റി വൈസും നമുക്ക് പ്രോഫിറ്റ് വൈസും എല്ലാം നമുക്ക് ഒരു റീസണബിൾ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ നമ്മൾ എവിടെ ചെന്നാലും നമുക്ക് ഇപ്പം മാർക്കറ്റിംഗ് ഇറങ്ങിയ സംബന്ധിച്ചോളം നമുക്കിത് ആൾക്കാർക്കിടയിലേക്കും പെട്ടെന്ന് സെയിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് മെയിൻ ഒരു ബെനിഫിറ്റ്. ഞങ്ങൾ ഈ കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാനാണ് മാർക്കറ്റിങ്ങിന് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഈ പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് ഇത് ഈ സെയിൽ ചെയ്യുന്ന ഒരു പ്രോസസ്സ് എന്ന് പറയും? സെയിൽ ചെയ്യുന്നപ്പോൾ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഓയിലിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അവരോട് പറയുന്നത്. ഓക്കെ, അപ്പം പറഞ്ഞു കഴിയുമ്പോൾ അവർ ആദ്യം ഓയിലിൻ്റെ ഇത് പേര് നെയിം അവർക്ക് കറക്റ്റ് അറിയില്ലായിരിക്കും. ഓക്കെ, അപ്പം നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം പറയുമ്പോൾ അവർ ആദ്യം എടുക്കും. എടുത്തു കഴിഞ്ഞാൽ അവർ ഓട്ടോമാറ്റിക്കലി ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒരു വട്ടം എടുത്തു കഴിഞ്ഞാൽ അടുത്ത വട്ടം നിങ്ങൾ ഓട്ടോമാറ്റിക് എടുത്തിരിക്കും, കൺഫേം ആണെന്ന് പറഞ്ഞു. അങ്ങനെ പല ടീമുകളും ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞാൽ രണ്ടാമത്തെ ട്രിപ്പ് എല്ലാം ഓൾറെഡി എല്ലാവരും എടുത്തിട്ടുണ്ട്, സംഭവം എടുത്തിട്ടുണ്ട്. അങ്ങ് പിന്നെ നമ്മൾ ഇവർക്ക് പ്രത്യേക സ്കീമും കാര്യങ്ങളും ഇവർക്ക് എത്ര % പ്രോഫിറ്റിലാണ് നമ്മൾ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ എല്ലാ ടീമുകളും എടുത്ത് മാർക്കറ്റിംഗ് വല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്നു. സാർ, പുതുതായിട്ട് ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്ന വ്യക്തിക്ക് സാറിന്റെ അഭിപ്രായത്തിൽ എന്ത് ടിപ്സ് ആണ് കൊടുക്കാനുള്ളത്? ഫസ്റ്റ് പ്രൊഡക്റ്റിനെ കുറിച്ച് നല്ലോണം പഠിച്ചിരിക്കുക. പഠിച്ചിരിക്കുക, അത് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക് അവർ എടുത്തിരിക്കും. എടുത്തു കഴിഞ്ഞാൽ അതൊരു വിജയമായിരിക്കും. ഞങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ വിജയമാണ്. ഇത് വിജയമാണ്. ഇപ്പൊ നിങ്ങൾ ഓൾറെഡി മാർക്കറ്റിന്റെ 40% കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 2 മാസം കൊണ്ട് തന്നെ. അതെ. ഓക്കെ, അപ്പം ഇത് ഏത് ജില്ലകളിലാണെങ്കിലും ഇപ്പം അമേരിക്ക നിങ്ങൾ ഓൾറെഡി കവർ ചെയ്ത് കഴിഞ്ഞു, ഏത് ജില്ലകളിലാണെങ്കിലും ഇതേ മോഡൽ വർക്ക്ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ശ്ലാഘനീയമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഡയറക്റ്റ് ആയിട്ടൊരു സപ്പോർട്ടീവ് സ്റ്റാഫ് നമുക്ക് വരുന്നുണ്ട്. അതിന്റെ ഒരു ഒന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചില ആളുകൾക്ക് ചിലപ്പോൾ എല്ലാ പ്രോഡക്റ്റും അറിയണമെന്നില്ല. അപ്പൊ ആ അറിവില്ലായ്മ എന്ന് പറയുന്ന ആ ഒരു ഇതിലേക്ക് നമ്മളും പുതിയതായിട്ട് തുടങ്ങിയ സംരംഭമാണ്. കമ്പനിയുടെ ഭാഗത്ത് ഒരു സപ്പോർട്ടിങ് സ്റ്റാഫ് വന്നിട്ട് മാർക്കറ്റ് പിടിക്കുക എന്ന് പറയുന്നത് വലിയൊരു ഫാക്ടറാണ് ബിസിനസിന്റെ വിജയത്തിന്. തീർച്ചയായിട്ടും പെട്രോളക്സ് എന്ന് പറയുന്ന ബ്രാൻഡിനെ
എന്താണ് പറയുക, ഒരു ഉയർന്ന ലെവലിലേക്ക് പോകാൻ വേണ്ടിയിട്ട് AGLന്റെ ഭാഗത്തു നിന്ന് നല്ല സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രോഡക്റ്റിന്റെ അഡ്വർടൈസ്മെന്റ് കാര്യങ്ങൾക്ക് വേണ്ടി വർക്ക്ഷോപ്പുകളിൽ അവരുടേതായ രീതിയിൽ, ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചില വർക്ക്ഷോപ്പുകൾ അവർ ചോദിക്കും, സാറേ ഒന്നും ഇല്ലയോ, നമ്മൾ ചില പ്രോഡക്റ്റ് ഒക്കെ വരുമ്പോൾ നമുക്ക് ടീഷർട്ട് തരും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫ്രീ തരും. തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ടീഷർട്ടിനേക്കാളും വരുന്നത് അതല്ല, നിങ്ങൾക്ക് കിട്ടേണ്ട മാർജിൻ അല്ല നിങ്ങൾക്ക് കിട്ടേണ്ട പ്രോഫിറ്റ് എത്രയാണോ അത് തരാൻ ഡിസ്ട്രിബ്യൂട്ടർ എന്ന നിലയ്ക്ക് നമ്മൾ ബാധ്യസ്ഥര, നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന AGL ബാധ്യസ്ഥരാണ്. അത് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. അതുകൂടാതെ പ്ലസ് പോയിന്റ് ആയിട്ട് ടീഷർട്ടുകൾ, അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന കവറേജുകൾ, ഇതെല്ലാം അവർക്ക് AGLന്റെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. അത് ഭയങ്കര വലിയൊരു ഭയങ്കര നല്ലൊരു ഇതായിട്ടാണ് തീർച്ചയായിട്ടും. അപ്പം നിങ്ങളുടെ ഈ ഒരു സംരംഭത്തിന് ആക്ച്വലി എന്താ പറയണ്ടേ, വലിയ മോട്ടിവേഷൻ ആണ്. ഒന്ന് നിങ്ങളുടെ ആ ഏജ് നോക്കുന്ന സമയത്ത് നല്ല മോട്ടിവേഷൻ ആണ്. കാരണം ഒരാൾക്ക് സ്വന്തമായിട്ട് തുടങ്ങാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കമ്പൈൻഡ് ആയിട്ട് എങ്ങനെ തുടങ്ങാമെന്നുള്ള ഉദാഹരണമാണ്. അത് സ്കീംസിന്റെ ലെവലിലോട്ട് പോകുമ്പം ഈ പറയുന്ന പോലെ നമ്മൾ ഏറ്റവും നല്ല കസ്റ്റമേഴ്സിനെ നമ്മൾ തന്നെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് അവരെ AGL പറഞ്ഞിരിക്കുന്ന രീതിയിൽ അവർക്ക് കസ്റ്റമറിന്റെ സ്റ്റാർ ലെവലിലൊക്കെ നമ്മൾ പ്രത്യേകം എടുത്തിട്ട് പ്രത്യേക ഒരു സ്കീമിനകത്തൊക്കെ അവരെ ഉൾപ്പെടുത്തും. അപ്പൊ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് ആണ്. ഇത് നമ്മൾ ചെല്ലുമ്പം മാർക്കറ്റിംഗ് എന്നുള്ളൊരു ലെവലിൽ നമ്മൾ പുതിയ ആളുകളെ, പുതിയ വർക്ക്ഷോപ്പുകൾ അല്ലെങ്കിൽ പുതിയ ഷോറൂമുകളെ ആൾക്കാരെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് തീർച്ചയായിട്ടും അതൊരു പ്ലസ് പോയിന്റ് ആണ്. എനിക്ക് പേഴ്സണലി തോന്നിയ വേറൊരു പോയിന്റ് പറഞ്ഞാല്, ഈ കുറച്ച് ഇപ്പം എക്സ്പെഷ്യലി ഇപ്പം ഇന്ത്യൻ ബ്രാൻഡ്സ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ ചെയ്യുന്ന ബ്രാൻഡ്സുകൾ ഉണ്ടല്ലോ, അവർക്കൊക്കെ ആക്ച്വലി ഇങ്ങനത്തെ സ്കീംസുകൾ കൊണ്ടുവരാനൊക്കെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. നമ്മുടെ ഈ ഒരു കമ്പനി കേരള ഓൺഡ് ആയതുകൊണ്ട് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ആൾക്കാരൊക്കെ മലയാളീസ് ആയതുകൊണ്ട് ഇവിടുത്തെ പൾസ് അറിയുകയും അതിനനുസരിച്ചിട്ട് എങ്ങനെ വേണ്ടെന്നുള്ളത് കൊടുക്കാനും പറ്റുന്നുണ്ട്. അതെ അതെ, ഇത് ഒന്നാമത്തെ കാര്യം, നമ്മൾ ഈ പ്രോഡക്റ്റ് ഇന്റർനാഷണൽ ലെവലിലോട്ട് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ചേർത്ത് വായിക്കേണ്ട ഒരു അതിനകത്തൊരു പോസിറ്റീവാണ് കേരളത്തിൽ എടുക്കപ്പെടുന്ന ഒരു പ്രോഡക്റ്റ് കിൻഫ്രയുടെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റ്. അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ ഒരു ക്വാളിറ്റിയും ഗുണനിലവാരവും തീർച്ചയായിട്ടും കീപ്പ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണിത്. ബാക്കി ഇപ്പം നിലവിൽ മാർക്കറ്റിൽ ലഭ്യമാകുന്ന ഏത് ഓയിൽ ഡിസ്ട്രിബ്യൂട്ടർ കമ്പനികളെ ആരും പേരെടുത്ത് പ്രതിപാദിക്കുന്നെങ്കിൽ കൂടിയും അതിന് തുല്യമായിട്ടോ അതിന് ഒരു പടി മുകളിലോ ആണ് പെട്രോളക്സ് പ്രോഡക്റ്റ്. അതിനൊരു സംശയമില്ല. തീർച്ചയായിട്ടും ഈ നമ്മള് ഒരു നല്ല അഭിപ്രായം എടുക്കുക എന്ന് പറഞ്ഞാൽ, ഒരു വർക്ക്ഷോപ്പിൽ ഒരു നമ്മള് മനുഷ്യരെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡോക്ടറാണെങ്കിൽ വണ്ടികളെ ട്രീറ്റ് ചെയ്യുന്ന ഡോക്ടറാണ് ഒരു മെക്കാനിക്. അവര് പറയുന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി നമ്പർ 1. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് അവരെ അപ്രോച്ച് ചെയ്യാനോ കാര്യങ്ങൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നോ കോംപ്രമൈസ് ആവും. അതുകൊണ്ടാണ് നമുക്കും ഒരു സന്തോഷം. കാരണം ഒരു സംരംഭം തുടങ്ങുമ്പോൾ നമുക്കൊരു ആർക്കായാലും ഒരു ചെറിയൊരു ഇനിഷ്യൽ ഒരു ഫിയർ ഉണ്ടാവും. ആ ഫിയർ നമുക്ക് മാറി കിട്ടും. കാരണം ഈ പ്രോഡക്റ്റിന്റെ ഒരു ക്വാളിറ്റിയിലും നമുക്ക് കിട്ടുന്ന മാർജിനിലും നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന കസ്റ്റമറിനുള്ള മാർജിനിലും ഉണ്ടാകുന്ന ഒരു വ്യത്യാസം. ഓക്കെ, അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം അനീഷ് സാർ ഓൾ ദ വെരി ബെസ്റ്റ്, ജിതിൻ സാർ ഓൾ ദ വെരി ബെസ്റ്റ്, സഞ്ജയ് സാർ ഓൾ ദ വെരി ബെസ്റ്റ്. അപ്പം നിങ്ങളുടെ സംരംഭം ഇനിയും ഞാൻ ഇവരുടെ വീഡിയോ വീണ്ടും എടുക്കും. കാരണം ഓരോ വർഷങ്ങളിൽ എനിക്ക് ഇവർ എന്ത് ചെയ്യുന്നത് കാണണം. അപ്പോൾ വാച്ച് ചെയ്യുക. അപ്പോൾ ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. സാർ ഏത് ജില്ലയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ്? കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി കുന്നത്തൂർ താലൂക്കുകളിൽ കരുനാഗപ്പള്ളി ഏരിയ സാറാണ് ചെയ്യുന്നത്. സാർ എങ്ങനെയാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി അറിയാൻ പറ്റിയത് സാർ? ഗോപാൽ സാറിന്റെ വീഡിയോ കണ്ടിട്ട് തന്നെ, അത് എന്റെ വീഡിയോ കണ്ടിട്ട് തന്നെയാണ് മെയിൻ ആയിട്ടും സാർ കോൺടാക്ട് ചെയ്തത്. ഓക്കെ, അപ്പം കമ്പനിയുടെ ഭാഗത്ത് എങ്ങനെയായിരുന്നു ആ പ്രോസസ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യും മൊത്തമായിട്ടുള്ള? അതായത് ഞങ്ങളെ വീഡിയോ കണ്ട് കോൺടാക്ട് ചെയ്തതിനു ശേഷം സാറ് കമ്പനിയുടെ എക്സിക്യൂട്ടീവായ സാറ് വന്നു ഞങ്ങൾ നേരിട്ട് മീറ്റ് ചെയ്തു. ഓക്കെ, കാര്യങ്ങൾ വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ എഗ്രിമെന്റ് ആയതാണ്. ഇപ്പം സാർ മൊത്തം സാറിന്റെ കരുനാഗപ്പള്ളി ഏരിയയിൽ എത്ര ഷോപ്പുകളിൽ സാർ മൊത്തമായിട്ട് കൊടുക്കേണ്ട? ഏകദേശം 50 മുകളിൽ ഷോപ്പുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഇത് സാറിന്റെ അഭിപ്രായത്തിൽ സാർ ഒരു പുതിയതായിട്ട് ഇതൊരു വെഞ്ചറാണ്, അല്ലെ ഇതിന് മുമ്പുണ്ടായ ബിസിനസ്സും ഇത് സെപ്പറേറ്റ് ആണ്. ഇതിലേക്ക് ഇറങ്ങിയ സമയത്ത് സാറിന് ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? സാറിന് എന്താണ് തോന്നുന്നത്? കാരണം നമ്മള് മാർക്കറ്റിംഗില് ആദ്യമാണ്, അതുകൊണ്ട് തന്നെ ഓയിൽ ഫീൽഡിൽ ആദ്യം. ഓക്കെ, പ്രത്യേകിച്ച് നമ്മൾ ചെയ്യുന്നത് വർക്ക്ഷോപ്പുകൾ കേന്ദ്രീകരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സെയിൽ നടക്കുന്നുണ്ട്. ഇത് ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയതുകൊണ്ട് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് സൈക്കിൾസ് പെട്ടെന്ന് കംപ്ലീറ്റ് ആവുന്നുണ്ട്. അപ്പം ഈ ഒരു സെഗ്മെന്റിൽ എല്ലാവരും പറയുന്നതാണ് ക്രെഡിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ ഇതിന്റെ ഒരു ഇത് വശം പറയുന്നുണ്ട്. സാർ എങ്ങനെയാണ് അതിനെ മാനേജ് ചെയ്യുന്നത്? അതായത് നമ്മളൊരു ബിൽ ടു ബിൽ പേയ്മെന്റ് സിസ്റ്റത്തിലാണ് വീക്ക്ലി
പേയ്മെന്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള സ്ട്രാറ്റജീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കളക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ടല്ലേ. ഓക്കെ, ഇനി ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടി ചോദിച്ചാൽ നമ്മൾ വൈൻഡപ്പ് ചെയ്യാം. കമ്പനിയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ സാർ ഡിസ്ട്രിബ്യൂഷൻ എടുത്തു, എന്തൊക്കെ സപ്പോർട്ടുകളാണ് സാറിന് പേഴ്സണലി അല്ലെങ്കിൽ സാറിന്റെ കമ്പനിക്ക് വേണ്ടി കിട്ടുന്നത്? അതായത് നമ്മൾ കറക്റ്റ് സമയത്ത് ഓർഡറുകൾ കിട്ടാറുണ്ട്, ഓഫറുകൾ കറക്റ്റ് ആയിട്ട് നമ്മളെ അറിയിക്കാറുണ്ട്. വർഷപ്പുകൾക്ക് പോയിന്റുകൾ രൂപത്തിലും പ്രിവിലേജ് കാർഡിന്റെ സിസ്റ്റം പ്രിവിലേജ് കാർഡിന്റെ രൂപത്തിൽ അങ്ങനെ പല രീതിയിലുള്ള ഓഫറുകൾ നമുക്ക് എത്താറുണ്ട്. നിങ്ങൾ ത്രൂ നിങ്ങളുടെ കസ്റ്റമറിന് നല്ല രീതിയിൽ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള ഒരുപാട് സംഭവങ്ങൾ കമ്പനി പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതാണ് പറഞ്ഞത്. അപ്പൊ അതിൽ നിങ്ങളും ഹാപ്പിയാണ്. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞാൻ അബ്ദുസമദ്, മലപ്പുറം തിരൂരാണ്. 5-6 മാസമായി പെട്രോളക്സ് എഞ്ചിൻ ഓയിലിൻ്റെ മലപ്പുറം ജില്ലയിലെ ഡിസ്ട്രിബ്യൂട്ടറായിട്ട് ഈ 5-6 മാസം കൊണ്ട് അനുദിനം വർദ്ധിച്ചു വരുന്ന ബിസിനസ്സാണ് എനിക്കുള്ളത്. താരതമ്യേന മറ്റ് ഓയിലിനെ അപേക്ഷിച്ച് ക്വാളിറ്റി ഉള്ള ഓയിലാണ് എന്നാണ് ഞാൻ കൊടുക്കുന്ന കസ്റ്റമേഴ്സും ഇതിനെപ്പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനുദിനം എൻ്റെ ബിസിനസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ഡിസ്ട്രിബ്യൂട്ടേഴ്സും വളരെയധികം ഹാപ്പിയാണ്. പിന്നെ ഞാൻ നേരെ സംസാരിച്ചത് മിസ്റ്റർ ബെന്നീറാണ്. അദ്ദേഹം കേരള സെയിൽസ് ഹെഡാണ് AGLൻ്റെ. ഇദ്ദേഹത്തിനോട് എനിക്ക് ചോദിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ, കാരണം കമ്പനി ഇത്രയും സപ്പോർട്ടുകൾ ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷേ പെട്രോളിയം പ്രൊഡക്റ്റുകൾക്ക് ചില സമയങ്ങളിൽ വിലയിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവാറുണ്ട് അല്ലേ? നമ്മുടെ മാർക്കറ്റിൻ്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് വിലയിൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്നത്. ആ സമയത്തും കൂടെ നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ വില സ്റ്റെബിലൈസ് ആവുന്നത് എങ്ങനെയാണ് ഈ ഒരു എക്കോസിസ്റ്റം വർക്ക് ചെയ്യുന്നത് ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു. അപ്പം അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയാണ്. സാറേ, ആക്ച്വലി ഒരു വർഷക്കാലമായിട്ട് ഒരു സ്ട്രേറ്റ് വേയിൽ അങ്ങ് പോവുമായിരുന്നു. വീണ്ടും പ്രൈസിങ് കൂടുകയാണ്. അറേബ്യൻ ലൂബ്രിക്കൻസ് ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ വാർഡുകൾ കറക്റ്റ് ആയിട്ടുള്ള നമ്മുടെ സ്കീമുകൾ കസ്റ്റമേഴ്സിനുണ്ട്, വർക്ക്ഷോപ്പിലുണ്ട്, ഡിസ്ട്രിബ്യൂട്ടർക്കുണ്ട്. അങ്ങനെ സ്കീം പ്രൊവൈഡ് ചെയ്ത് അവരെയാണ് നമ്മൾ പ്രോഫിറ്റിലേക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നത്. അതായത് ഈ പ്രൊഡക്റ്റിന് പുറമെ വേറെ എക്സ്ട്രാ വാല്യൂ അഡീഷൻ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് ഓട്ടോമാറ്റിക്കലി അത് ഒരു വർത്ത്ഫുൾ ആയിട്ടുള്ള രീതിയിലാണ് കൊണ്ടുവന്നത്, ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. നിങ്ങളുടെ നാട്ടിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ചിട്ട്, ഈ പറഞ്ഞ പാറ്റേൺസ് ഒക്കെ വെച്ചിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ ഇത്തരത്തിലൊരു ഡിസ്ട്രിബ്യൂഷൻ ഷിപ്പ് തുടങ്ങണമെങ്കിൽ തീർച്ചയായിട്ടും ഉടനെ തന്നെ AGLനെ കോൺടാക്ട് ചെയ്യുക. പെട്രോളക്സ് ബ്രാൻഡിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നിങ്ങളുടെ നാട്ടിൽ 100% നിങ്ങൾക്ക് അവരോട് സംസാരിച്ച് ഡീൽ ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.